നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. കഥായനം. കഥകളുടെ മായാപ്രപഞ്ചത്തിലേക്ക്. റേഡിയോ കൊച്ചി 90 FM കഥായനത്തിൽ ഇന്ന് ഗിരീഷ് നായർ കണ്ടെത്തെഴുതിയ പരിണയം എന്ന ചെറുകഥ കേൾക്കാം. അവതരണം ടാനിയ ലൂയിസ്. പൃഥയുടെ വിവാഹമായിരുന്നു. തലയിൽ നിറയെ മുല്ലപ്പൂ ചൂടി, നെറ്റിയിൽ വരച്ചു ചേർത്ത കുറിയുമായി, തൻ്റെ കഴുത്തിൽ ചരടിൽ കോർത്ത താലി ചാർത്തിയ വരനോടൊപ്പം അവൾ യാത്രയിലാണ്. കൂടെ കൊണ്ടുപോകേണ്ട വസ്തുക്കൾ വാഹനത്തിന് പിറകിൽ ഭദ്രമായി പൊതിഞ്ഞു വച്ചിരിക്കുന്നു. പാതിമയക്കത്തിലേക്ക് വഴുതി വീണ അവൾക്ക് അങ്ങകലെ ഭർതൃഗൃഹം ദൃശ്യമാണ്. ഭദ്രദീപവുമായി പടിവാതിൽക്കൽ ആരോ തന്നെ കാത്തു നിൽക്കുന്നത് പാതിയടഞ്ഞ മിഴികളിലൂടെ അവൾക്ക് കാണാം. ഒരു വലിയ കുന്നിൻ്റെ മുകളിലുള്ള പടിപ്പുരയിലാണ് ആ യാത്ര അവസാനിക്കുന്നത്. അവളുടെ യാത്രയിൽ അനുഗമിച്ചിരുന്നവരെല്ലാം പാതി വഴിയിൽ പിരിഞ്ഞു പോകുന്ന കാഴ്ച അവളെ ദുഃഖത്തിലാഴ്ത്തി. ഭർതൃഗൃഹത്തിലേക്കുള്ള യാത്രയിൽ അവൾ തനിച്ചായിരുന്നു. ഇനി അങ്ങോട്ട് കാൽനട യാത്രയാണ്. കുന്നിൻ മുകളിലെ വീട്ടിലേക്ക് വാഹനം കയറി ചെല്ലാൻ നന്നേ ബുദ്ധിമുട്ടാണ്. ദുർഘടം നിറഞ്ഞ വഴി നടന്നു കയറുന്ന കാര്യം അവളെ ഭീതിയിലാഴ്ത്തി. കൂടെ കൊണ്ടുവന്ന പൊതികൾ ഇവിടെ തന്നെ ഉപേക്ഷിച്ചാലോ? ഇതും ചുമന്നുകൊണ്ട് കാൽനടയായി ഇത്രയും ദൂരം കയറുന്നതെങ്ങനെ? അന്നാട്ടിൽ സാമ്പ്രദായികമായി വധുവാണ് സാധന സാമഗ്രികൾ ചുമക്കേണ്ടതത്രേ. അവിടുത്തെ പതിധർമ്മമനുസരിച്ച് വരൻ മുൻപേ നടന്നു കഴിഞ്ഞിരുന്നു. എന്തു ചെയ്യാം? കഴുത്തിൽ കുടുക്കിട്ടവനെ അനുഗമിക്കുക തന്നെ. അവൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. ഇല്ല, പുറകിൽ ജനസഞ്ചയമില്ല. തന്നെ തനിച്ചാക്കി എല്ലാവരും പിരിഞ്ഞു പോയിരിക്കുന്നു. ഇനി മുന്നോട്ട് ചില യാത്രകളും വഴിപിരിയലുകളും അനിവാര്യമാണ്. പതിയെ അനുഗമിച്ച് മുന്നോട്ട് നടക്കുന്ന അവൾക്ക് മുന്നിൽ ആദ്യം ദൃശ്യമായത് അന്ധകാരം നിറഞ്ഞ ഭീമാകാരമായൊരു ഗുഹാമുഖമായിരുന്നു. പൈതാഹങ്ങൾ അവളെ കീഴടക്കാൻ തുടങ്ങിയിരുന്നു. മുൻപേ ഗമിക്കുന്ന തന്നെ പാണിഗ്രഹണം ചെയ്ത മാതൃകാ പുരുഷൻ അവൾക്ക് വഴി കാട്ടി നീങ്ങുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കാൻ മറന്നുപോയിരുന്നു. അദ്ദേഹത്തിൻ്റെ നടത്തത്തിന് വേഗത കൂടിയ പോലെ. തോളിൽ ചുമടുമായി ഒപ്പമെത്താൻ അവൾ നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു. തൻ്റെ ചുമലിൽ ഭാരമുള്ള കാര്യം അയാൾക്ക് ഓർമ്മ കാണില്ലായിരിക്കാം. വരദക്ഷിണ അവർക്ക് പതിവില്ലെന്ന് പറഞ്ഞിരുന്നതാണ്. തൻ്റെ സമ്പത്ത് താൻ തന്നെ ചുമക്കണം. അതാണത്രേ അവിടുത്തെ ധാർമ്മികത. ആ വഴിയിൽ അങ്ങോളം ഇങ്ങോളം അഴുക്കും ദുർഗന്ധവും പേറുന്ന മലിനജല സ്രോതസ്സുകളായിരുന്നു. വിഷവാതകം നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകവേ അവൾക്ക് തലകറക്കം അനുഭവപ്പെട്ടു. മുന്നിലുള്ള സഹയാത്രികൻ ഇതൊന്നും അറിയാത്ത ഭാവത്തിൽ ത്വരിതഗതിയിൽ നടക്കുകയാണ്. അവളുടെ തോൾച്ചുമടിൽ നിന്ന് എന്തോ പാതി വഴിയിൽ വീണുപോയി. താഴെ വീണ വസ്തു തിരികെ എടുക്കാൻ അവൾക്ക് തോന്നിയെങ്കിലും അവിടെ നിറഞ്ഞു നിൽക്കുന്ന മനം പുരട്ടുന്ന ഗന്ധം അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ അന്ധകാര ഇടവഴിയിലേക്ക് വെളിച്ചം പടരുന്നത് അവൾ കണ്ടു. ഗുഹയിലൂടെയുള്ള യാത്ര അവസാനിച്ചത് പ്രകാശം നിറഞ്ഞ വഴിയിലായിരുന്നു. സമയം നട്ടുച്ചയായിരുന്നു. ശിരസിനു മുകളിൽ ഉച്ചക്കൊടുംവെയിൽ തീമഴ പൊഴിക്കുന്നു. അവൾക്ക് ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. എവിടെയെങ്കിലും തണലത്ത് ഇത്തിരി നേരം ഇരുന്ന് കാലാറ്റി ദാഹം ശമിപ്പിക്കാൻ അവൾ വല്ലാതെ കൊതിച്ചു. ഒരിറ്റു തണൽ പോലുമില്ലാത്ത ചുട്ടുപൊള്ളുന്ന വഴിയിലൂടെയുള്ള നടത്തം അവളുടെ പാദങ്ങളെ നൃത്തം ചെയ്യിച്ചു. ശരീരത്തിലെ വിയർപ്പുതുള്ളികൾ നടവഴികളിൽ വീണ് ബാഷ്പീകരിച്ചു പോകുന്നു. ഇനിയും മുകളിലായി അക്കര പച്ച കണക്കെ തണൽമരങ്ങൾ നിൽക്കുന്നത് അവൾക്ക് തെല്ലാശ്വാസമേകി. ദാഹമകറ്റാൻ ഒരു മാർഗം കിട്ടിയിരുന്നെങ്കിൽ. ദീർഘനിശ്വാസം പൊഴിച്ചുകൊണ്ട് നടന്നു നീങ്ങിയ അവൾക്ക് മുന്നിൽ ഒരു വഴിയോര കിണർ ദൃശ്യമായി. ഒരു വിധത്തിൽ നടന്നു ചെന്ന് ഇത്തിരി വെള്ളമെടുക്കാൻ കിണറ്റിൻകരയിൽ കണ്ട തൊട്ടി കയ്യിലെടുത്ത് താഴോട്ട് നോക്കി അവൾ കണ്ട കാഴ്ച അത്യന്തം ദുഃഖകരമായിരുന്നു. നിറയെ പ്ലാസ്റ്റിക്കും കുപ്പികളും മറ്റെന്തൊക്കെയോ അവശിഷ്ടങ്ങളും കൊണ്ട് ആ കിണർ
പകുതിയോളം മൂടപ്പെട്ട് കിടക്കുന്നു. വേച്ചു വീഴുമെന്ന് തോന്നിപ്പോയ സന്ദർഭം. അവളുടെ തോൾച്ചുമടിൽ നിന്ന് വീണ്ടും എന്തോ വീണുപോയി. നന്നേ കഷ്ടപ്പെട്ട് തിരിഞ്ഞു നോക്കിയ അവൾക്ക് താൻ ചെങ്കുത്തായ കുന്നിൻ്റെ ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നുവെന്ന് മനസ്സിലായി. മുന്നിലുള്ള മര്യാദാ പുരുഷൻ നിർവിഘ്നം നടന്നു നീങ്ങുകയാണ്. നിശബ്ദം പിന്തുടരാൻ വിധിക്കപ്പെട്ട പോലെ അവൾ വീണ്ടും നടന്നു തുടങ്ങി. കാൽവെള്ള പൊള്ളിത്തുടങ്ങിയ നിലയിൽ ഒരുവിധം നടന്ന് അവൾ മുൻപ് കണ്ട അക്കര പച്ചയിലേക്ക് നടന്നെടുത്തു. താഴെ നിന്ന് കണ്ടതിലും മനോഹരമാണ് അവിടമെന്ന് അവൾക്ക് തോന്നി. പുൽത്തകിടുകൾ നിറഞ്ഞു കിടക്കുന്ന ആ വലിയ മൈതാനത്തിലേക്ക് കാൽ വയ്ക്കുമ്പോഴേക്കും അവൾ തളർന്നു പോയിരുന്നു. പശുപക്ഷികൾ പുൽത്തകിടുകളിലും ഫലവൃക്ഷങ്ങളിലും അന്നം ഭുജിച്ച് തണൽ മരങ്ങൾക്ക് താഴെ വിശ്രമിക്കുന്ന കാഴ്ച അവളിൽ ഓജസ്സുളവാക്കി. കുറച്ചുകൂടി മുകളിലായി തെളിനീർ നിറഞ്ഞ ജലാശയം കാണാം. അവളിലെ തളർച്ച പതിയെ അസ്തമിച്ചു തുടങ്ങി. അപ്പോഴാണ് ആ കാഴ്ച അവളെ വീണ്ടും ദുഃഖാർത്ഥയാക്കിയത്. കോടാലികളും വെട്ടുകത്തികളും അറക്കവാളുകളുമായി ചിലർ തണൽമരങ്ങൾക്ക് നേരെ നടന്നെടുക്കുന്നു. അവരത് വെട്ടാനുള്ള പുറപ്പാടിലാണ്. അരുത്, അത് വെട്ടരുത്, ഞാൻ ഇത്തിരി നേരം തണലത്തിരുന്നോട്ടെ, അവൾ വിളിച്ചു പറഞ്ഞു. മുന്നിൽ നിൽക്കുന്ന മാഞ്ചുവട്ടിൽ തണൽ തേടി വന്ന അവൾക്ക് മുന്നിലേക്ക് മധുരമൂറുന്ന മാമ്പഴം പൊഴിഞ്ഞു വീണു. പാതി വിശപ്പകറ്റി നടന്നു നീങ്ങി അവൾ തിരിഞ്ഞു നോക്കി. അവിടെ നിൽക്കുന്നവരോടായി അഭ്യർത്ഥിച്ചു, നിങ്ങൾക്കിത് വെട്ടാതിരുന്നുകൂടെ? എന്നെപ്പോലുള്ള വഴിപോക്കർ ഇനിയും ഇതുവഴി വരും. അത്യാവശ്യമില്ലെങ്കിൽ ഇവിടെ മെയ്യുന്ന ഈ പശുപക്ഷികളുടെ അന്നവാസാദികൾ മുട്ടിക്കാതിരിക്കുക. പിന്നെയും അവളുടെ തോൾ ചുമടിൽ നിന്ന് എന്തോ വീണുപോയി. കുനിഞ്ഞെടുക്കാൻ തുനിഞ്ഞ അവളോടായി അവിടെ കൂടി നിന്നവർ പറഞ്ഞു, അരുത്, അതിന് നിങ്ങളുടേതല്ല, അത് ഞങ്ങൾ എടുക്കുന്നു, നിങ്ങൾ പൊയ്ക്കൊള്ളുക. തണൽമരം മുറിച്ചു മാറ്റാതിരുന്നതിൻ്റെ കൃതജ്ഞതയെന്നോണം അതവിടെ ഉപേക്ഷിച്ച് അവൾ നടന്നു നീങ്ങി. ഇനിയും അല്പം മുകളിലായി കാണുന്ന ജലാശയത്തിൽ ദാഹം ശമിപ്പിക്കാം. തോൾ ചുമടിൻ്റെ ഭാരം ഇപ്പോൾ യാത്ര തുടങ്ങിയതിൽ നിന്നും എത്രയോ കുറഞ്ഞിരിക്കുന്നു. ജലാശയത്തിനും അല്പം മുകളിലാണ് ലക്ഷ്യസ്ഥാനമായ പടിപ്പുര. ജലാശയത്തിൻ്റെ കരയിലേക്ക് അവൾ നടന്നു നീങ്ങി. കൈക്കുമ്പിളിൽ ജലപാനം ചെയ്യാൻ തുടങ്ങിയ അവളുടെ കണ്ണുകൾ അങ്ങേ കരയിൽ കുട്ടകളും ഭാണ്ഡങ്ങളുമായി നിൽക്കുന്ന ചിലരിലേക്ക് പാഞ്ഞു. അവർ മാലിന്യങ്ങൾ ജലാശയത്തിൽ തള്ളാനുള്ള പുറപ്പാടിലായിരിക്കണം. ഇത് തടയണം. അവളുടെ മനസ്സ് മന്ത്രിച്ചു. അരുത്, അതിവിടെ തള്ളരുത്, ഇവിടം മലിനമാക്കരുത്. ഇനിയും എന്നെപ്പോലെ പലരും ഇതുവഴി വന്നേക്കാം. തണ്ണീർത്തടം പവിത്രമായി നിലകൊള്ളട്ടെ. അവളുടെ അപേക്ഷ അവിടെ കൂടി നിന്നവരെ ചിരിപ്പിച്ചു. ഇക്കാണുന്ന മാലിന്യങ്ങൾ ഞങ്ങളുടേതല്ല. നിങ്ങളെപ്പോലുള്ള വഴിപോക്കർ ഞങ്ങളെ ഏൽപ്പിച്ചു പോകുന്നതാണ്. ഞങ്ങൾ ഈ പവിത്രമായ ജലാശയത്തിൻ്റെ കാവൽക്കാർ. അവരുടെ പരിചയപ്പെടുത്തൽ കേട്ട് തൊഴുകയ്യോടെ എഴുന്നേറ്റ് അവളുടെ കൈക്കുമ്പിളിൽ നിന്നും പാനം ചെയ്യാനെടുത്ത ജലം താഴേക്ക് ഊർന്നു പോകുന്നതിനിടെ തോൾ ചുമടിൽ ബാക്കിയുണ്ടായിരുന്ന വസ്തുവും നിലം പതിച്ചത് അവൾ തിരിച്ചറിഞ്ഞു. അരുത്, അതിന് നിങ്ങളുടേതല്ല, ഞങ്ങൾക്ക് അവകാശപ്പെട്ടത്. ഇതിവിടെ ഉപേക്ഷിക്കപ്പെടേണ്ടത്. ഇതുമായി നിങ്ങൾക്ക് പടിപ്പുര കടക്കാനാവില്ല. നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ആ കാണുന്ന പടിപ്പുര വെളിച്ചത്തിനപ്പുറം ലഭ്യമാണ്. നിങ്ങൾ യാത്ര തുടരുക. അവൾ മുകളിലേക്ക് നീളുന്ന വഴിയിലൂടെ കണ്ണോടിച്ചു. തന്നെ വേട്ടുകൊണ്ടുവന്ന വ്യക്തി പടിപ്പുര കടന്ന് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാവൽക്കാരുടെ നിർദ്ദേശം മാനിച്ച് മുഴുവൻ ഭാരവും ഉപേക്ഷിച്ച് വെറും കൈയോടെ അവൾ പടിപ്പുര ലക്ഷ്യമാക്കി നീങ്ങി. പടിപ്പുരയോടടുക്കവേ അകലെ നിന്ന് കണ്ട പ്രകാശം മറയുന്നതായി അവൾക്ക് തോന്നി. തൽസ്ഥാനത്തിപ്പോൾ ഭീമാകാരനായൊരു മനുഷ്യനാണ്. പ്രാകൃതവേഷമണിഞ്ഞ ഒരു താടിക്കാരൻ. പടിപ്പുരയിലേക്ക് വലംകാൽ വച്ചു കയറിയ അവളെ നോക്കി അയാൾ മുഴങ്ങുന്ന ശബ്ദത്തിൽ ചിരിച്ചു. മുട്ടോളമെത്തുന്ന മുഷിഞ്ഞുപോയ ഒറ്റമുണ്ടെടുത്ത അയാളുടെ കാലുകളിൽ മന്ത് ബാധിച്ചിരിക്കുന്നതുപോലെ. ഇതല്ലേ നാറാണത്ത്? ഒരു നിമിഷം ചിന്തിച്ചുകൊണ്ട് അവൾ അയാളുടെ കാലുകളിലേക്ക് നോക്കി. നിങ്ങളെപ്പോലെ ഇവിടേക്ക് ദീർഘദൂരം വഴി നടന്ന് തളർന്നു വന്നവരിലെ അഴുക്കും കറയും കഴുകി മാറ്റി അകത്തേക്ക് ആനയിക്കലാണ് എൻ്റെ ജോലി. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സാക്ഷാൽ ശുചീകരണ തൊഴിലാളി. തെല്ലൊരു ഭയപ്പാടോടെ അവൾ അയാളുടെ പുറകിലേക്ക് എത്തി നോക്കി. ഇല്ല, അദ്ദേഹത്തെ കാണുന്നില്ല. കുറച്ചു മാറി രണ്ടുപേർ ഒരേ ഇലയിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം പങ്കിട്ട് കഴിക്കുകയാണ്. അത് തൻ്റെ കൂട്ടുകാരികളല്ലേ, നബീസുവും എൽസമയും? അതെ, അത് അവർ തന്നെ. നബീസു, എൽസ? ഒറ്റപ്പെട്ടിരിക്കുന്നിടത്ത് ഒരു രക്ഷാമാർഗം കണ്ടെത്തിയ ആശ്വാസത്തിൽ തെല്ലു ഭയപ്പാടോടെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനെ ഇടം കണ്ണിട്ട് നോക്കി
അകത്തേക്ക് മിഴിപ്പായിച്ച് നീട്ടി വിളിച്ചു. വീണ്ടും വീണ്ടും വിളിച്ചെങ്കിലും അവർ വിളി കേൾക്കുന്നില്ല. ഇവിടെ നാമധേയങ്ങളില്ല. ഇതായിരുന്നു അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അഥവാ ഉപേക്ഷിച്ചിരിക്കേണ്ട മനോവ്യാപാരങ്ങൾ. പൃഥയുടെ സങ്കല്പങ്ങൾ അവിടെ മാറി തുടങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി സുന്ദരനും സുമുഖനുമാണ്. വരൂ, അകത്തുള്ളവർ നിങ്ങളുടെ വരവും കാത്തിരിപ്പാണ്. തന്നെ പാണിഗ്രഹണം ചെയ്ത വ്യക്തിയെ അവൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അകത്തേക്ക് പ്രവേശിക്കുന്നതിനിടെ പുറകിൽ അവൾ പതിഞ്ഞ സ്വരത്തിൽ ചില ശബ്ദങ്ങൾ കേട്ടു. ഡോക്ടർ, ഞങ്ങളുടെ അമ്മ. ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അമ്മ ദൈവവിളി കേട്ട് മടങ്ങിയിരിക്കുന്നു. കഥായനം. കഥകളുടെ മായാപ്രപഞ്ചത്തിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.